ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, അതിരടി അതിരടി അങ്ങനെ കണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകണ്ടെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഒരു ENTയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു വെച്ചോ. ഈ ചിരിച്ചിട്ട് പെടലി ഉളുക്കും ലോഫ്റ്റർ റൈറ്റ് അതൊന്നും അല്ല, ഇതിന്റെ മ്യൂസിക് വർക്ക് ഉണ്ട്. കിട്ടു സാധനം എന്നൊന്നും ഞാൻ പറയില്ല. ചെവിയുടെ ഉള്ളിൽ ബോംബ് വെച്ച് പൊട്ടിക്കാടേ. എന്തോന്നിട്ട് ഇത് ചെവി അടിച്ചു പോവാതിരുന്നത് ഭാഗ്യം. പണ്ടാരം കിടു സാധനവും ഹൈ മൊമെന്റ്സിൽ ഗൂസ് ബംസും ഗൂസ്ബെറി തരും. അങ്ങനെ ഒരു തേങ്ങയും തരില്ല. ചെവിയുടെ ഉള്ളിൽ ബോംബ് പൊട്ടിക്കുക, നാട്ടുകാരെ കൊല്ലുക. അണ്ണ വല്ലാത്ത ചെയ്ത്താണ് അണ്ണ ചെയ്യുന്നത്. സോ ബേസിൽ ജോസഫിന്റെ കോമാളിത്തരങ്ങൾ തുടരും. അതാണ് അതിരടി കണ്ടപ്പോ പറയാൻ തോന്നിയത്. ഇങ്ങേര് തന്നെയാണോ പൻമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ ഒക്കെ ചെയ്തത്? പീക്ക് കോമാളി. ആൻഡ് ഈ സിനിമ കോമാളി സൂപ്പർ മാർക്കറ്റ് ഒരു കച്ചറപ്പടം. എനിക്ക് ആകെ 1-2 സീനിൽ മാത്രമേ ഈ സിനിമ കണ്ടിട്ട് ചിരി വന്നുള്ളൂ. ബാക്കിയൊക്കെ അൺസഹിക്കബിൾ അപരാധ സാധനം. അതിന്റെ ഒപ്പം ഈ മ്യൂസിക് വർക്ക് ചെവിയൊക്കെ അടിച്ചു പോയി. ഇന്റർവെൽ ആയ സമയത്ത് അഡ്വർടൈസ്മെന്റ് ഇട്ടപ്പോ അതൊക്കെ അടിപൊളിയായി തോന്നാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നമ്മുടെ സാംബോയ്. ഈ സിനിമയിൽ 3 വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച്. സാംബോയ്, ക്രൈസിസ്, അമ്മപ്പതപ്പേ, കമ്പിളിപ്പതപ്പേ. ഒരു അമ്മപ്പൊതപ്പും കമ്പിളിപ്പൊതപ്പുമായിട്ട് മനുഷ്യനെ വെറുപ്പിച്ചു കൊന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ 1-2 സീനിൽ എനിക്ക് ചിരി വന്നു. ആൻഡ് ടൊവിനോനെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഈ മറ്റേ ബോംബ് പൊട്ടിക്കലാണ്. ആൾക്കാരുടെ ചെവി അടിച്ചു പോട്ടെ കൊണ്ട് ബോംബ് പൊട്ടിക്കുന്നുണ്ട്. ഒരു ഹൈ ഫീലും തരുന്നില്ല, ഒരു മാസം തോന്നുന്നില്ല. സ്ലോ മോഷനൊക്കെ എന്നടാ പണി വെച്ചിരിക്കുക അങ്ങനെ തോന്നുന്നു. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് തോന്നുന്നു. എന്നാൽ ചെവിയുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല ENT ഹോസ്പിറ്റലായിട്ട് വല്ല കരാർ ഒപ്പിട്ടുണ്ടോ ഈ സിനിമയുടെ ആൾക്കാർ. എല്ലാവരും ENT ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാറുണ്ട്.